അടുക്കള മാലിന്യം എങ്ങനെ ജൈവവളമാക്കാമെന്നുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ബയോബിന്നാണിത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴും ഇതുപോലെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സുഷിരങ്ങൾ, വായു കിടക്കാനുള്ള ഈ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നത് കഴുകി വൃത്തിയാക്കിയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഇനി അതിനു മുമ്പ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പച്ചക്കറി വേസ്റ്റുകൾ മൂലമുണ്ടായ ജൈവ വളമാണിത്. ഇനി മറ്റൊരു ഉദാഹരണം കാണിക്കാതെ ഇതിലെ ഏറ്റവും അടിത്തട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അതാണ് ഏറ്റവും അടിത്തട്ടിലിപ്പോൾ പാകമായിരിക്കുന്ന ജൈവവളമാണിത്. കണ്ടോ, നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് ഉണക്കി നമ്മൾ സൂക്ഷിച്ചാൽ മതി. കണ്ടോ, ഇത് ജൈവവളമാണ്. അപ്പോൾ വീട്ടിൽ നമുക്കുണ്ടാകുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഏറ്റവും നല്ല മണവും മറ്റ് ഒന്നുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള ദോഷവും പരിസ്ഥിതിക്കുണ്ടാക്കാത്ത തരത്തിലുള്ള ജൈവവളം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ബയോബിൻ ഇത്തരത്തിലുള്ളതാണ്. ഇത് അല്പം കൂടി സാങ്കേതികത്വം കൂടുതലാണ്. ഈ ഒരു പാത്രം നമുക്ക് ഇതിൽ നിന്ന് ഊറി വരുന്ന ജൈവ സ്ലറി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതെങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഇപ്പോൾ മറ്റ് ബയോബിൻ പോലെ തന്നെ ഇതിന് 3 ബിന്നുകളാണുള്ളത്. ഇത് ഇങ്ങനൊരു ഇതുണ്ട്. ഇതിനെ നമുക്കിങ്ങനെ കടത്തി വിട്ട് ആദ്യത്തെ ഇതിലേക്ക് വെക്കാം. വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇതിനൊരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡിന് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ ഇതൊരു പുതിയ രീതിയാണ്. ഇപ്രാവശ്യമാണ് ശൂരനാട് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു ബയോബിൻ നമുക്ക് തരുന്നത്. 230 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഒരുപക്ഷെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ബയോബിനാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും അതായത് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പദ്ധതിയിൽ വെക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്നാമത്തെ ബിൻ നമ്മൾ വെക്കുന്നു, അതിനുശേഷം ഈ അടപ്പ് വെക്കുന്നു. അടുത്ത രണ്ടാമത്തെ ബിൻ നമ്മൾ വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ അടപ്പ് വെക്കുന്നു. മൂന്നാമത്തെ ബിൻ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടപ്പ് വെക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. അതേപോലെ തന്നെ ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ സ്ലറി ഊറി വരുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി നമുക്ക് നിറയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിനോടൊപ്പം നമുക്ക് കിട്ടിയ ഇനോക്കുലമാണിത്. ഈ ബയോബിനോടൊപ്പം കിട്ടിയ ഇനോക്കുലമാണ്. ഈ ഇനോക്കുലം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റിനെ നമ്മൾ ജൈവവളമാക്കി മാറ്റുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് കേരള സർവകലാശാല വികസിപ്പിച്ചെടുക്കുന്ന ഇനോക്കുലമുണ്ട്. അത് നമുക്ക് KVKയിൽ നിന്ന് നമുക്ക് ഏകദേശം 80 രൂപ ക്രമത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ല, ഈ ഇനോക്കുലം തീർന്നു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ഇനോക്കുലമായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് തൈരുണ്ടെങ്കിൽ നമ്മൾ അല്പം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല വളമായിട്ട് മാറും. ഇല്ലെങ്കിൽ ശർക്കര നമ്മൾ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതും ജൈവ വളമായിട്ട് മാറും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു ഇനോക്കുലമാണ്, കമ്പോസ്റ്റിംഗ് ഇനോക്കുലമാണ്. ഇത് നമുക്ക് KVKയുടെ ഔട്ട്ലെറ്റുകളിലാണ് സാധാരണ വാങ്ങാൻ കിട്ടുന്നത്. ഇതിന് നമുക്ക് 1 കിലോ നമുക്ക് 100 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇനോക്കുലമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഇനോക്കുലം തീർന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഈ കാണുന്ന പച്ചക്കറി വേസ്റ്റുകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള വളമായിട്ട് മാറുന്നത്. നമുക്കിത് കൈകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് കത്രികയ്ക്കൊന്ന് അരിഞ്ഞ് ഒന്ന് ചെറുതാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിന് ഈ ബയോബിന്നിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി കുറച്ച് ഇനോക്കുലം ഇതിലേക്ക് ഒന്ന് വിതറുക. ചെറിയ ലെയർ ഇനോക്കുലം നമുക്ക് വിതറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി വേസ്റ്റുകൾ കുറേശ്ശെയായിട്ട്, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ അരിയണം. നമ്മൾ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് ഒരിക്കൽ കൂടി ഒന്ന് ചെറുതാക്കുന്നത് ഇതിൻ്റെ കമ്പോസ്റ്റിങ് എളുപ്പത്തിലാക്കും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അച്ചാർ, അതേപോലെ പുളി, ഈ സാധനങ്ങൾ ഒഴിച്ച് ബാക്കി എന്തും നമുക്കിതിലേക്ക് സേവിക്കാം.
വെള്ളമുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് വെള്ളമുള്ള ചോറ്, അത്തരം സാധനങ്ങൾ ഇതിലേക്ക് നിക്ഷേപിക്കരുത്. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പച്ചക്കറി ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ലെയർ ഇനോക്കുലം നമുക്ക് ഇത് തൂവി കൊടുക്കാം. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ്. കാര്യം നമ്മൾ ഒരു ദിവസത്തെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരത്ത് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വായുസഞ്ചാരം കിട്ടുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിനകത്ത് ഇവിടെയാണെങ്കിൽ നമുക്ക് മത്സ്യകൃഷി ഉള്ളതുകൊണ്ട് സാധാരണ ചിലപ്പോഴൊക്കെ പുഴു രൂപപ്പെടാറുണ്ട്. ഈ പുഴുവിനെ നമ്മൾ സാധാരണ മത്സ്യത്തിന് ഇരയാക്കാറുണ്ട്. അതേപോലെ തന്നെ കോഴിയുള്ളവർക്ക് അഥവാ ഇതിനകത്ത് പുഴു രൂപപ്പെടുകയാണെങ്കിൽ ഈ പുഴുവിനെ നമുക്ക് കോഴിക്ക് കൊടുക്കാം. കോഴിക്ക് ഏറ്റവും വലിയ ഒരു തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ടിത് കൃത്യമായ ഒരു ഏകദേശം ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ഏറ്റവും അടിക്കെടുത്ത് വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബിന്നിലേക്ക് അടുത്ത പച്ചക്കറി നിറയ്ക്കുക. അതും നിറഞ്ഞു കഴിയുമ്പോൾ അതും അടിക്ക് മാറ്റുക. എന്നിട്ട് മൂന്നാമത്തെ ബിന്നെടുക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു 60 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആദ്യം നിറച്ച് വെച്ച നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് മുട്ടത്തോടൊക്കെ നന്നായിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർക്കണം. കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർത്താൽ മതി. ഇതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏറ്റവും ഒരു തരത്തിലുള്ള വാടയോ അല്ലെങ്കിൽ മറ്റു ഒന്നുമില്ലാത്ത ഏറ്റവും നല്ല ജൈവവളമായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഈ ടെറസിൽ കൃഷി നടത്തുന്നവരെ സംബന്ധിച്ച് മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ടെറസിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഈ ജൈവവളം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും 230 രൂപ ക്രമത്തിലാണ് കിട്ടിയത്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിലെ ബയോബിന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ വലിച്ചെറിയാതെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മറ്റ് ജീവികളുടെയൊക്കെ ശല്യം ധാരാളമായി നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് പട്ടി, പന്നിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ നമുക്ക് തന്നെ ദോഷം ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം ബയോബിന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഏറ്റവും നല്ല ഈ ഇത്തരം ജൈവ വളങ്ങൾ നിർമ്മിച്ച് നമുക്ക് നല്ല ഒരു കൃഷി വിഷരഹിതമായ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഒരുപക്ഷെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് ചെയ്തു തരും. അത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.